ഹായ് ഫ്രണ്ട്സ്, എൻജോയ് പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീടിൻ്റെ വാതിൽ തുറക്കുന്നത് മുതലുള്ള വീഡിയോ അങ്ങ് എടുത്തു കേട്ടോ. സമയം ഒരു 6:15 ആ ഒരു ടൈമാണ്. വെളിച്ചം അത്യാവശ്യമുണ്ട്. രാവിലെ എണീറ്റ് വന്നാൽ പുറത്ത് ഇങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുന്ന ശീലമുള്ളവർക്കൊന്ന് പറയണേ. അപ്പം ഞാനും ആ ടൈപ്പ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എങ്ങനെയൊക്കെയോ നോക്കി നിൽക്കുകയാണ് കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസിൻ്റെ അവസ്ഥ. എണീറ്റ് വരുമ്പം ഭീകര രൂപത്തിൽ ഞാൻ മുടിയൊക്കെ അഴിച്ച് ഒരു കോലത്തിൽ വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ മുഖത്ത് നല്ല മെഴുക്കുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ഇത് ഓയിലി സ്കിന്നായതുകൊണ്ട് മെഴുക്കല്ല, നമുക്കത് സെബെന്ന് പറയും. ആ സംഭവം അത് ഞാൻ അങ്ങനെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ ആലോചനകളൊക്കെ കഴിഞ്ഞു, ഇനി ഫ്രഷ് ആവണം. ഒരു 7:30 ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. അപ്പം നേരെ ഫ്രഷായി വന്നിട്ടുണ്ട്. ജസ്റ്റ് പല്ല് തേക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, കുളിക്കുന്നൊന്നുമില്ല. കുളിയൊക്കെ വന്നിട്ട് അപ്പം അങ്ങനെ ഫ്രഷായി. ഇനി ഡ്രസ്സ് മാറ്റണം. ഇപ്പോൾ ആദ്യത്തെ ഡ്രസ്സുകളൊന്നും അങ്ങനെ പറ്റാത്തതുകൊണ്ട് മീഷോന്ന് മേടിച്ച 2-3 ഡ്രസ്സുകളിലാണ് കേട്ടോ ഇപ്പോഴത്തെ വരവും പോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് നോക്കിയതാട്ടോ. അപ്പം വേഗം തന്നെ ആ പുറപ്പാടൊക്കെ ഒന്ന് കഴിയും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് മുടി കെട്ടണം, കണ്ണെഴുതണം, പൊട്ട് തൊടണം, അത്രേ ചെയ്യുന്നുള്ളൂ. വേറെ മേക്കപ്പ് സാധനങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. മേക്കപ്പ് എന്ന് പറയാൻ പ്രധാനമായിട്ടും പൗഡറാണ്. പൗഡർ എനിക്ക് നിർബന്ധമാണ്. അപ്പം പോൺസിൻ്റെ ഒരു പൗഡർ ഇടുന്നു, നേരെ മുഖത്ത് ഫുൾ ബ്ലണ്ട് ചെയ്യണം. ഫുൾ തേച്ചാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. പിന്നെ കണ്ണ് ഏതെങ്കിലും ഒരു ഐ സ്റ്റിക്ക് ഉപയോഗിച്ച് കണ്ണെഴുതുന്നു. ഐലൈനറിനോട് പൊട്ട് ഇടുന്നു. ഐലൈനർ ഞാൻ കണ്ണിൽ എപ്പോഴും ഇടുന്നൊരു സംഭവമാണ്. പക്ഷേ ഇപ്രാവശ്യം മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഉള്ളിൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്തൊക്കെയാവും, അവിടെ നിന്ന് ഛർദ്ദിക്കുകയോ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ മൈൻഡിൽ കൂടെ പോകുന്നതുകൊണ്ട് കൂടുതൽ പുറപ്പെടാനെന്നുള്ളൊരു ഇതില്ലായിരുന്നു. കൂടുതലെന്ന് പറയാൻ ഇനി പ്രത്യേകിച്ച് കണ്ണൊന്ന് ഐലൈനർ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുന്നില്ല. പകരം കണ്ണ് താഴെ എഴുതുന്നുണ്ട്. കമ്മലിട്ടു, മുടിയൊക്കെ കെട്ടി അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി സ്ക്രീനിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഏട്ടനെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഫോണിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോകുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിലാണ്. അപ്പം അവിടെ വിളിച്ച് ചോദിച്ച സമയത്ത് ഗ്ലൂക്കോസൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോയപ്പം ഞാൻ തന്നെയാണ് വെള്ളം കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്രാവശ്യവും വെള്ളം മാത്രമല്ല എല്ലാ സംഭവങ്ങളും കൊണ്ടിട്ടാണ് പോണത്. ഗ്ലൂക്കോസും വെള്ളവും അതുപോലെ കലക്കാനുള്ള ഗ്ലാസ്, സ്പൂണ്, പിന്നെ എൻ്റെ ഷീറ്റ്, അതൊക്കെ എല്ലാം കൊണ്ട് പോവുകയാണ്. രണ്ടാളും ഒന്ന് വീഡിയോയിൽ പോസ് ചെയ്ത് ഇറങ്ങി. അതിനിടയിൽ പിന്നെയും ഏട്ടൻ എന്നെ പോസ്റ്റാക്കി കേട്ടോ. വെയിറ്റ് ചെയ്യുകയാണ്. ക്ലിനിക്കിലേക്ക് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ. റോഡുമിലെത്തിയാൽ പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടും. അതുപോലെ തന്നെ ഒരു 2 സ്റ്റോപ്പിൻ്റെ കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ബസ്സിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് സ്കാനിങ്ങിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിന് പോകാൻ വിചാരിച്ചു. അതിന് മുന്നേ വരെ കാറിൽ തന്നെയായിരുന്നു കേട്ടോ പോകുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ എവിടെ പോവുകയാണെങ്കിലും കാറിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള സ്റ്റേജ് ആയതുകൊണ്ട് ബസ്സിൽ പോവുകയാണ്. വീട്ടിൽ നിന്ന് ചെറിയൊരു കയറ്റുണ്ട് കേട്ടോ. ആ കയറ്റം കയറിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. അങ്ങനെ എൻ്റെ കയ്യും തൂങ്ങി നടക്കുകയാണ്. സ്റ്റോപ്പിലെത്തി. സ്റ്റോപ്പിൽ നിന്ന് ഇനി പെട്ടെന്ന് തന്നെ ബസ് വരാനേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ചായി ഇപ്പോൾ ഇങ്ങനെ ബസ്സിലൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ കൺസീവ് ആയതിന് ശേഷം അങ്ങനെ പുറത്തേക്കും അങ്ങനെ പോവില്ല. ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നല്ലാതെ വേറെ പുറത്ത് അങ്ങനെ ഒന്നും പോകുന്നില്ല. പിന്നെ ബസ് കയറി. അപ്പം ബസ്സിൽ കയറിയപ്പം ഒരു നൊസ്റ്റു മാത്രമല്ല, ബസ്സിൽ നല്ല പാട്ടുണ്ട് കേട്ടോ. ഈ നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് പാട്ടും കേട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ. പാട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ടോ. കാരണം എനിക്കിപ്പോഴും കുറച്ച് അവിടെ എത്തുമ്പോൾ എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് പോയി. ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു യാത്ര അതാട്ടോ. അങ്ങനെ നമ്മൾ എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഫാർമസി. തുറക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഗ്ലൂക്കോസ് ആദ്യം മേടിച്ച് വന്നിട്ടുള്ളത്. കെയർലാൻഡ് മെഡിക്കൽ സെൻറ്റർ, ഇതാണ് കേട്ടോ ക്ലിനിക്കിൻ്റെ പേര്. ഇവിടെ എത്തി. ആദ്യം തന്നെ ബ്ലഡ് എടുത്തു. പിന്നെ യൂറിൻ ടെസ്റ്റും ഉള്ളതുകൊണ്ട് യൂറിനും കളക്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഗ്ലൂക്കോസ് ഏട്ടൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏട്ടൻ കലക്കി തന്നു. ഞാനത്
വളരെ തൃപ്തിയോടുകൂടി ഞാനത് കുടിച്ചു കേട്ടോ. കുടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ മധുരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയോ പെട്ടെന്ന് കുടിച്ച് തീർത്തു. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ജസ്റ്റുള്ള വീഡിയോയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനി ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതുന്നു. കഴിഞ്ഞ ടെസ്റ്റിന് പോയ സമയത്ത് ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോണിൽ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോണിൽ നോക്കിയതാവാം എന്നുള്ളൊരു റീസൺ എനിക്ക് തോന്നിയതുകൊണ്ട് അത് ഞാനങ്ങ് കട്ട് ചെയ്തു. കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒട്ടും ഫോണിൽ നോക്കിയില്ല. ആദ്യം ഒരു 5-10 മിനിറ്റ് ഒന്ന് നടന്നു. ശേഷം ഞാൻ അവിടെ സിസ്റ്ററിനോട് ചോദിച്ച് അവിടെ ബെഡിലൊന്ന് കിടന്നു കേട്ടോ. കിടന്നുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു ബുദ്ധിമുട്ടോ തോന്നിയില്ല. ഒരു കുഴപ്പമില്ലാതെ 2 തവണ, അതായത് ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നല്ലോ ബ്ലഡ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഒരു കുഴപ്പമില്ലാതെ ഈ ഷുഗർ ടെസ്റ്റ് സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോകുന്നവരോട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്, തല താഴ്ത്തി നോക്കുന്ന രീതിയിലുള്ളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ കിടക്കാൻ പറ്റുകയാണെങ്കിൽ കിടക്കുക, കുടിച്ച ഉടനെ നടക്കുക, എന്നിട്ട് കിടക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ റിസൾട്ടൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഷുഗറൊന്നുമില്ല, ഒക്കെ ഓക്കെയാണ്. ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനം. മധുരമുള്ള കഴിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു വരുമോ എന്നൊക്കെ ഉള്ളത്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം സന്തോഷം, സമാധാനം. ഇനി ഇത് റിസൾട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട്. ഇപ്പം എനിക്ക് നന്നായിട്ട് വിശന്നിരുന്നു കേട്ടോ. എന്തോ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു തല ചുറ്റുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഹോട്ടലിൽ കയറി. ഞാൻ വെള്ളപ്പവും ചിക്കൻ കറിയും മേടിച്ചു, ഏട്ടൻ ചിക്കൻ കറിയും പൊറാട്ടയും അതും കഴിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.